നിങ്ങൾ അറിഞ്ഞു കാണും, വാർത്തയും വായിച്ചു കാണും. വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് അവിടെ നടന്ന വയലൻസ്, അതിനെപ്പറ്റി ഏകദേശം 3 പേരോളം കൊല്ലപ്പെട്ടു. അതിലേറ്റവും അവിശ്വസനീയമെന്ന് പറയുന്നത് അവർ കൊന്നിരിക്കുന്നത് CPM പാർട്ടിയുടെ മെമ്പേഴ്സിനെയാണ്. CPM ആണ് വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുകയും CPMൻ്റെ അവിടുത്തെ നേതാവ് ഡൽഹിയിൽ നടന്ന പ്രകടനത്തിനൊക്കെ മുമ്പിൽ നിന്നയാൾ. അപ്പോൾ ചോദ്യമുണ്ടാകും, എന്തുകൊണ്ടാണ് CPMൻ്റെ നേതാക്കളെ അവർ കൊന്നത്? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ചില സ്പെസിഫിക് പോയിന്റുകളുണ്ട്. ഒന്നാമത്, ഈ ബംഗാളിലുള്ള ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് ഢാക്കയിൽ നടന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യക്കകത്ത്, അതായത് ഇന്ത്യയുടെ ബോർഡർ സിറ്റിയാണ് മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഏകദേശം 500ഓളം പേരാണ് അവിടെ നിന്ന് പലായനം ചെയ്തത്. അപ്പം കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന 2ഓളം ജേർണലിസ്റ്റുകൾ, അവരെൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഈ മുർഷിദാബാദുകാരാണ്. അവരുടെ ഫാമിലി ഉൾപ്പെടെ, അതായത് ഇവരൊക്കെ TMCയുടെ അനുഭാവികളാണ്. അപ്പോൾ അവർക്ക് വരെ അവിടുന്ന് ഫോഴ്സ്ഫുള്ളി അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം എത്രമാത്രം ടെൻസാണ് ആ സിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റും ബംഗ്ലാദേശുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്ന 45% ആൾക്കാരും അവിടെ ഇല്ലീഗലായിട്ട് അവിടെ വന്നവരാണ്. ഇവർക്കൊന്നും പലർക്കും ഡോക്യുമെൻറ്റ്സ് ഇല്ല. ഇവരുടെ പല ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നതും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം കേന്ദ്ര സർക്കാർ പല രീതിയിൽ പല ഏജൻസികളെ വെച്ച് ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും BJPയിൽ ബംഗാളിലെ സ്റ്റേറ്റ് യൂണിറ്റ്, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJPയിൽ പല നേതാക്കളും TMC എന്ന് വന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ TMCയിലെ നേതാക്കളും ജനങ്ങളുമായിട്ട് അതിൻ്റെ അനുഭാവികളുമായിട്ട് അത്ര ബന്ധമുണ്ട്. ഇവരൊക്കെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതിനെ എതിർത്തത്. TMCയേക്കാളും കൂടുതൽ BJP ലീഡേഴ്സാണ് സ്റ്റേറ്റിൽ. അതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഇത് ഞാനീ പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ടായിരിക്കും. പക്ഷേ ഇതെനിക്ക് അറിവുള്ള വിവരമാണ്. കാരണം BJPയുടെ നല്ലൊരു ശതമാനം നേതാക്കളും TMC എന്നാണ് വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇവരെല്ലാം ബിസിനസ്സുകാരാണ്. നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ BJPയുടെ ആണെങ്കിലും TMCയുടെ ഒക്കെ നേതാക്കളെന്ന് പറയുന്ന വലിയൊരു ശതമാനം, ഇവർക്കെല്ലാം ഇല്ലീഗൽ പരിപാടികളുണ്ട് ഒത്തിരി പേർക്ക്. അതുകൊണ്ടാണ് ഇവിടുത്തെ നേതാക്കളിലൊക്കെ ഇഷ്ടംപോലെ പണമുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ സംഭവമാണ് കോൾ മൈനിങ്, അതായത് കൽക്കരി ഖനനം. ഈ കൽക്കരി ഖനനത്തിനകത്ത് ശരിക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേതനം കൊടുക്കുന്നതിന് പകുതി കൊടുത്താൽ മതി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന്. അങ്ങനെ BJPയുടെ നേതാക്കൾക്ക് TMC നേതാക്കൾക്ക് പല രീതിയിലുള്ള മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല വർക്കുകളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഇത്രയും പേര് വന്നിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന്, ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. അതിനകത്ത് TMCയും ഇല്ല, കോൺഗ്രസും ഇല്ല, CPMഉം ഇല്ല, എല്ലാവരും ഒരേപോലെയാണ്. അത് നിങ്ങൾ ആ പോയിൻ്റാണിത് മനസ്സിലാക്കണം, പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്. ഇവരൊക്കെ അവിടെ വന്നിട്ട് പിന്നീട് അവിടെ ഉണ്ടാകുന്ന സംഭവമാണ് മുർഷിദാബാദിൽ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അവിടെ എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ഹിന്ദുക്കളെ ഈ ലീഗലായിട്ട് അത് കടന്നു കയറിയവർ അവരിവിടുന്ന് ഓടിച്ച് വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഈ ബസ്സിലൊക്കെ, അല്ലാതെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ റൂട്ടൊക്കെ പോകുന്ന ബസ്സുകളിലൊക്കെ
അവർ ഈ അവിടുത്തെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കളുടെ ബസ്സുകളിൽ കൊടി വെക്കാറുണ്ട്. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സീറ്റിൽ, കാരണം ഇത് ഈശ്വരൻ അതിനെ നടത്തി ഇത് ഓടിച്ചവിടെ കൊണ്ടുപോകണം. നിങ്ങൾ കണ്ടോ ഒരു വീഡിയോയ്ക്കകത്ത് ആ കൊടി വരെ സാഫ്രോൺ കൊടിയാണ്, അതുവരെയാണ് അഴിപ്പിച്ച് മാറ്റിയത്. എത്രയോ അമ്പലങ്ങൾ അവർ പൊളിച്ചു കളഞ്ഞു. ഇപ്പം ഇതൊക്കെ ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ അവിടെ എങ്ങനെയാണ് ഈ ഇസ്ലാം വിശ്വാസികൾ ഭൂരിപക്ഷത്തിലായത്, ഏത് രീതിയിലാണ് അവിടുത്തെ ഇല്ലീഗലായിട്ടുള്ള പല ജോലികളിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് അത് നടത്തുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പോൾ ഇതിന് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു ഫാക്ടറല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും എത്രയോ തവണ പല ആൾക്കാരും ഇത് ഉന്നയിച്ച് ഈ സംഭവങ്ങൾ ഇത് മാറ്റണം, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാറ്റണം, ബോർഡർ സെക്യൂരിറ്റി ടൈറ്റ് ആക്കണം. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിനകത്തെ കറപ്ഷനാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ല, BSF അവിടെ ബോർഡറുണ്ട്, അപ്പുറത്ത് അവരുടെ ചുമ്മാതെ ആ ബോർഡറിൻ്റെ അകത്തൂടെ ഓരോ ദിവസവും ആൾക്കാർ വരിക. ഇതിനെ തടയാനൊന്നും BSFനെ ഇവർക്ക് ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. ഇപ്പോൾ അവിടെ പല ആൾക്കാരും പല ജനപ്രതിനിധികളും ഗവൺമെൻറ്റിനോട് പല ആവർത്തി പറഞ്ഞു, എന്തുകൊണ്ടിവിടെ ഈ വേലിയോ അല്ലെങ്കിൽ മതിലോ കെട്ടിക്കൂടാ, നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇത്രയും വലിയ രാജ്യമാണ്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് മതിലോ അല്ലെങ്കിൽ ശക്തമായ വേലി കെട്ടിക്കൂടാ. അതിന് പോലും ഗവൺമെൻറ് തയ്യാറാകും. ഇതിൻ്റെ അകത്ത് BJP ഗവൺമെൻറ്റിന് വലിയ പാർട്ടുണ്ട്. കാരണം ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് അവരും ഇന്ത്യ ഗവൺമെൻറ്റും പിൻവാതിലിനുണ്ടാക്കിയ ഒരു നിയമമാണ് അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കാം. അത് ഡിപ്ലോമാറ്റിക്കലി അല്ല. അങ്ങനെയാണ് ആൾക്കാർ ഏകദേശം 2-2.5 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യക്കകത്ത് കയറിയത്. അപ്പോൾ അവരെ എങ്ങനെ പുറത്താക്കും, ഇതാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് മമതാ ബാനർജി ബാർഗെയിൻ ചെയ്യുകയാണ്, അതായത് വൃത്തികെട്ട രാഷ്ട്രീയം. അപ്പോൾ ഒരു ഭാഗത്ത് വൃത്തികെട്ട രാഷ്ട്രീയം, ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്ക് അവരുടെ ജന്മസ്ഥലത്തും താമസ സ്ഥലത്തും ജീവിക്കാൻ കഴിയുന്നില്ല, ബംഗ്ലാദേശിൽ കഴിയുന്നില്ല, അവരെ അറ്റാക്ക് ചെയ്യുന്നവർ, വീടുകൾ അറ്റാക്ക് ചെയ്യുന്നവർ, സ്ഥലങ്ങളും പ്രോപ്പർട്ടിയും ലൂട്ട് ചെയ്തെടുക്കുന്നു, എല്ലാവരും ഈ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ തടയാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അപ്പം ഇത് ഒരു ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ഒരു പോക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ മുഷീദാബാദ് എന്ന് പറയുന്ന മറ്റ് പലയിടത്തും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ മുഷീദാബാദിൽ വലിയൊരു വിഭാഗം മുസ്ലിം ജനസംഖ്യ, അവരുടെ താല്പര്യം മുഷീദാബാദിനെ ബംഗ്ലാദേശിൽ ലയിപ്പിക്കണമെന്നാണ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് നിങ്ങൾക്ക് ഈ വസ്തുത അറിയാം. കാരണം അതിനനുസരിച്ച് അവരുടെ ലോക്കൽ ന്യൂസ് പേപ്പറിലും ബാംഗ്ല ന്യൂസ് പേപ്പറിലൊക്കെ അതനുസരിച്ചുള്ള വാർത്ത വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. കാരണം ഭൂരിപക്ഷം മുസ്ലിംസാണ്, എന്തുകൊണ്ട് മുഷീദാബാദിനെ ബംഗ്ലാദേശിൽ കൊടുത്തുകൂടാ. അപ്പോൾ അതിൻ്റെയും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. വഖഫ് എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്യൂ മാത്രമാണ്. ഇപ്പോൾ CAA സമയത്ത് നിങ്ങൾ കണ്ടതായിരിക്കും, ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടായ സ്ഥലമാണ് ഈ മുഷീദാബാദ്. അവിടെ പോയിക്കൊണ്ട് എത്രയോ ട്രെയിനുകളാണ്, റെയിൽ പാളങ്ങളാണ് അടിച്ചു പൊളിച്ച് നശിപ്പിച്ചത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതികരണം പോലും വളരെ മോശമായിരുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പല ആവർത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ അവസരം കിട്ടിയതാണ്. ആ സമയത്തൊന്നും അവർ ചെയ്യാതിരുന്നതിൻ്റെ കാരണം അവിടെ സ്റ്റേറ്റിൻ്റെ അകത്ത് പാർട്ടിയുടെ നേതാക്കളാണ് അതിൻ്റെ അകത്ത് കയറി ഇടപെട്ടത്. ഇവിടെയാണ് ഞാൻ ഈ സുവേന്ദു അധികാരി, ഈ പറയുന്ന നേതാക്കളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഇവരൊക്കെ ഞാൻ നാരദ സ്കാമിനകത്ത് കുടിക്കന്മാരാണ്. ഇവർക്കൊക്കെ ഇപ്പോഴും ആ മതിപ്പെന്ന് പറയുന്നത് അവിടെ ഇല്ലീഗലായിട്ട് വന്നവരുമായിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പുണ്ട്, ഒരു എക്കണോമിക് റിലേഷൻഷിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ BJP ആണെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പറയുന്ന പോലെ എതിരൊന്നുമല്ല ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ. അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. അതാണ് ബംഗാളിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടും TMC ഭരണം കൊണ്ടും അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും ഹൈലി കറപ്റ്റഡാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളവിടെ ചെന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ഗ്രൗണ്ടിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇഷ്ടം പോലെ നാച്ചുറൽ റിസോഴ്സും അതേപോലെ അവിടെ ഇഷ്ടം പോലെ ഈ ചെമ്മീൻ പാടങ്ങളുണ്ട്. ഈ ചെമ്മീൻ പാടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ബിനാമി ഏർപ്പാടെന്ന് പറയുന്നത്
അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ ജോലി ചെയ്യുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസാണ്. ഇതാണ് അതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസ്താവനകൾക്ക് വെറുതെ വരുന്നതാണ്. അവർക്കവിടെ ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളോടോ ഈ പറയുന്നവരോട് സ്നേഹവും ക്ലാപ്പും കോപ്പും ഒന്നുമില്ല. ഇവരൊക്കെ പറയും ചുമ്മാ അതാണ്. ഇതിനെതിരെ അവിടെയുള്ള അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട RSS വലിയ സ്ട്രോങ് ഒന്നുമല്ല ഈ വെസ്റ്റ് ബംഗാളിൽ. പക്ഷേ അവിടെ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് BJPക്ക് വളരാം. പക്ഷേ അതിൻ്റെ നേതാക്കൾ പോലും ഹൈലി കറപ്റ്റഡ്. കാരണം വന്നിരിക്കുന്ന അവിടുന്നാണ്. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പല BJPയിൽ വന്ന പല TMC നേതാക്കളെയും തിരിച്ച് TMC പോയതിൻ്റെ കാരണം എന്ത്? കാരണം അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അതിനെ ഹനിക്കുന്നു. അതുകൊണ്ട് അവർ തിരിച്ചു പോയത്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ അവിടെ തകർന്നടിയാതെ ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ സംസ്ഥാനം നമ്മൾ ഈ പറയുന്ന പോലുള്ള ഫ്രീഡം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. വൃത്തികെട്ട കപട രാഷ്ട്രീയവും ആക്രമ രാഷ്ട്രീയവും അതേപോലെ തന്നെ സാമ്പത്തിക കറപ്റ്റഡായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് വെസ്റ്റ് ബംഗാൾ. വളരെ ഡീപ്പ് റൂട്ടഡാണിത്. ഇതിനെ മാറ്റാതെ ആ സംസ്ഥാനം ഒരിക്കലും ക്ലീൻ ഒന്നും ആകത്തൊന്നും. ഇത് ചുമ്മാ പറയുന്ന ഈ പരിപാടികളൊക്കെ. അതേപോലെ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഹൈലി കറപ്റ്റഡാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്ത് അവിടെ സെൻട്രൽ ഏജൻസികൾക്ക് ശക്തമായ ഈ പറയുന്നവരെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറയണം. ക്രാക്ക് ഡൗൺ ചെയ്യുക തന്നെ ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ പുതിയ നിയമത്തിൽ ഇല്ലീഗലായിട്ടുള്ളവരെ പറഞ്ഞു വിടുക തന്നെ ചെയ്യണം. ഈ മതിൽ കെട്ടണം. അല്ലെ അമേരിക്ക ചെയ്ത പോലെ മെക്സിക്കോ ബോർഡറിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവരെ ആക്കിയിട്ട് അങ്ങോട്ട് കയറ്റി അങ്ങ് വിടുക. ഇതൊന്നും ചെയ്യാതെ ഈ പറയുന്ന പല ബോർഡർ ഏരിയയും പല ബോർഡർ ഡിസ്ട്രിക്റ്റും ഇന്ത്യയിലെ ബംഗ്ലാദേശിൻ്റെ ആണെങ്കിൽ നമുക്കൊരു കാരണവശാലും ഈ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങൾ കരുതരുത്. ഇത് ഓരോ ദിവസങ്ങളും ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.